നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന്, എല്ലാം നിന്നെ സോനയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു. അല്ല, അച്ഛനങ്ങനെ പറഞ്ഞോണ്ട് ഞാനും സോനയും ഒന്നായില്ല ആന്റി. അതൊരു നല്ല കാര്യമില്ലേ? ആർക്ക് നല്ല കാര്യം എന്നാണ്? നിന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ ചുമക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലടാ. നീ സോനയെ ചതിച്ചിട്ട് പോയ അന്ന് നിന്നെ ഞങ്ങൾ എന്നേക്കുമായിട്ട് തള്ളിയതാ. അതെ, അന്ന് നീ ഉണ്ടാക്കിയ നഷ്ടവും നാണക്കേടും ചില്ലറയൊന്നുമല്ല. അതെല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നു പറഞ്ഞാ നിന്റെ അച്ഛന് എന്റെ മുമ്പില് കള്ളക്കഥ മെനഞ്ഞത്. 24 കോടി മോന് ദുബായിൽ വെച്ച് ലോട്ടറി അടിച്ചത്രേ. അങ്ങനെ പറഞ്ഞ പെരുങ്കളന്റെ മോനാടാ നീ. നിന്നെ ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോകരുത്. ഇറക്കി ഇവിടെ ഇന്ദ്ര ഇവനെ. അയ്യോ ആന്റി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സോനയും ഞാനും ഞങ്ങളുടെ മകളും വീണ്ടും ഒരു ജീവിതം തുടങ്ങിയിരിക്കുക. ദയവ് ചെയ്ത് ഞങ്ങളെ പിരിക്കല്ലേ ആന്റി. നീ പിരിഞ്ഞു പോയ പറ്റൂ, ഇല്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോ നീ വീണ്ടും സോനയെ ചൂഷണം ചെയ്ത് അവളുടെ കയ്യിലുള്ളതെല്ലാം എടുത്തുകൊണ്ടായിരിക്കും വീണ്ടും മുങ്ങുന്നത്. ഇല്ല ഇല്ല ഇന്ദ്രേട്ടാ, ഞാനിപ്പോ പഴയ ശ്യാമല്ല. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചോളാം. വേണ്ടിതിര, സമ്മതിക്കരുത്. സോന ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഇവനെ ഈ നാട്ടിൽ തന്നെ ഓടിക്കണം. അവൾ ഇനി ഇവനെ കാണാൻ പാടില്ല. ഇറങ്ങണ വെളിയില്. ആന്റി, എന്നെ ഇറക്കി വിടരുത്. സോന എന്നെ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം. അവള് ഞങ്ങൾ പറയുന്ന പോലെ കേക്കൂ. നിന്നെ ഇനി താങ്ങേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ച പിന്നെ അതിലപ്പുറം ഒരു തീരുമാനം സോനക്കില്ല. സംസാരിച്ച് നിൽക്കാതെ ഇവരെ ഇറക്കി വിടടാ. ഇവന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ ഞാൻ എടുത്തോണ്ട് വരാം. ഇന്ദിരേട്ടാ, അച്ഛൻ നിങ്ങളെ ചതിച്ചതിന് എന്നെ എന്തിനാ ശിക്ഷിക്കുന്നേ? ഞാൻ നിങ്ങളൊരു വാക്കുകൊണ്ട് പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലല്ലോ. എനിക്ക് 24 കോടി കിട്ടുമെന്ന് അച്ഛനല്ലേ പറഞ്ഞത്? അത് വിശ്വസിച്ച് നിങ്ങൾ എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാ അങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ അറിയുന്നത്. നീ വലിയ സത്യസന്ധനൊന്നും ചമയണ്ടടാ. നീ ആരാണെന്ന് എനിക്ക് അറിയാവുന്നതല്ലേ. അന്ന് നീ എനിക്ക് ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാക്കി തന്നിട്ടാ മുങ്ങിയത്. ഇപ്പോഴും എന്റെ ബിസിനസ്സിൽ നിന്ന് പണം മറിച്ചിട്ടാ ഞാൻ ഇവിടെ നിനക്ക് ഇതെല്ലാം ഒരുക്കിയത്. നീ ഇതൊന്നും അനുഭവിക്കാൻ യോഗ്യനല്ല. എടാ, നീ നിന്റെ അച്ഛനും പേരും കള്ളന്മാരാണോ? ഇറക്കി വിടടാ ഇവനെ. ഓടാൻ കൊണ്ടു. ഇന്ദിരേട്ടാ, ഇന്ദിരേട്ടാ, പ്ലീസ് ഇന്ദിരേട്ടാ. നിന്നോട് എന്താ ശ്യാം, എന്താ പറ്റിയത്? എന്റെ അച്ഛൻ ചതിച്ചു എന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ എന്നെ ഇറക്കി വിടുക സോനെ. ഇവന്റെ അച്ഛൻ പച്ച കള്ളത്തരം പറഞ്ഞ് നമ്മളെ ചതിക്കരുതടി. 24 കോടി പോയിട്ട് ഒരു ഉണ്ടയും കിട്ടിയിട്ടില്ല. സോനെ, ഞങ്ങളെ കൊണ്ട് നിന്റെ തലയില് ഇവനെ കെട്ടിവെക്കായിരുന്നു ലക്ഷ്യം. അങ്ങനെ നമ്മൾ വിഡ്ഢികളാവാൻ പാടില്ല. ഇവനോട് ഇറങ്ങി പോകാൻ പറ സോനെ. ഏട്ടൻ എന്താ ഈ പറയുന്നേ? ശ്യാമിന്റെ അച്ഛൻ പറഞ്ഞ 24 കോടിയുടെ കഥയില് നിങ്ങൾ വീണു പോയതിന് ശ്യാം എന്ത് പഴിച്ചു? ശ്യാം നിങ്ങളോട് പറഞ്ഞോ 24 കോടിയുടെ ലക്കി ഡ്രോ ശ്യാമിന് കിട്ടിയെന്ന് പറഞ്ഞോ? ഇവനെ പഠിച്ച കള്ളനാടി. നിനക്കറിയില്ല ഇവനെ. ഇവനും ഇവന്റെ അച്ഛനും കൂടി ഒത്തുകളിച്ച കളിയായത്. ഇങ്ങനെ ഒരു കള്ളനെ എന്തിനാടി നിനക്ക്? അമ്മ സൂക്ഷിച്ച് സംസാരിക്കണം. ശ്യാം എന്റെ ഹസ്ബൻഡാ, എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. എടി, ഇവൻ വീണ്ടും നിന്റെ സ്വന്തമായത് എങ്ങനെയാടി? ഞാൻ നിന്നെ നിർബന്ധിച്ച് നിന്റെ മനസ്സ് മാറ്റിയതുകൊണ്ടല്ലേടി? ഇവന്റെ കൂടെ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് നീ ശപഥം ചെയ്തല്ലേടി? അതെ, പക്ഷെ അമ്മ എന്റെ മനസ്സ് മാറ്റാൻ നോക്കിയത് ശ്യാമിന് കിട്ടാൻ പോകുന്ന കോടികൾ കണ്ടിട്ടാണെങ്കിൽ എന്റെ മനസ്സ് മാറിയത് പണം കണ്ടിട്ടല്ല. പിന്നെ എന്താ കണ്ടിട്ടാടി? നിന്നെ കൊച്ചിനെ ഉപേക്ഷിച്ച് ഏതോ പരദേശി പെണ്ണിന്റെ കൂടെ പോയതായിരുന്നില്ലേ ഇവൻ?
അവളും തള്ളിക്കളഞ്ഞപ്പോ മയക്കുമരുന്നടിച്ച് ഭ്രാന്തനായി തിരിച്ചു വന്നതാ. ഇവന്റെ എന്ത് മഹിമ കണ്ടിട്ടാടി നീ ഇവന്റെ കൂടെ ജീവിക്കാൻ നോക്കുന്നേ? അത് നടക്കില്ല സോനെ. എടി, നിന്നെ, നിന്റെ കുടുംബത്തെയും കുഞ്ഞിനെയും വീണ്ടും ചതിച്ചിരിക്കവൻ. നാളെ ഇവൻ അത് തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അതാ എല്ലാവർക്കും നല്ലത്. ഇല്ലേട്ടാ, ഇത് ശ്യാമിന്റെ രണ്ടാം ജന്മമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ തിരിച്ചുവരവില് ശ്യാം എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അച്ഛൻ പറയുന്നത് വിശ്വസിക്കരുതെന്നും ഏട്ടനും അമ്മയും അച്ഛന്റെ വാക്കിൽ വീഴാതെ നോക്കണമെന്നും ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സൂചനകൾ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്തു. പക്ഷെ അമ്മയേട്ടനും 24 കോടിയിൽ ഭ്രമിച്ചുപോയി. അതിമോഹം ചിലരെ അസുരന്മാരാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അമ്മയ്ക്കും ഏട്ടനും പറ്റിയത്. അതിന് ഞാനും ശ്യാമും പിരിയണമെന്ന് പറഞ്ഞ അത് നടക്കില്ല. എടി, നടക്കില്ല. നിക്കടി അവിടെ. നീ അങ്ങനെ ഞങ്ങളെ തോൽപ്പിച്ച് ഇവനെയും കൊണ്ട് ഈ വീട്ടിൽ നിൽക്കണ്ട. ഇതെന്റെ മോൻ പണം മുടക്കിയെടുത്ത വീടാ. ഇവിടെ ഇനി ഞങ്ങളുടെ ശത്രുക്കൾക്ക് സ്ഥാനമില്ല. ഏട്ടന്റെ തീരുമാനം തന്നെയാണോ? ഞാൻ ഇന്ന് തന്നെ ഈ വീട് ഒഴിഞ്ഞായിരുന്നോ ഏട്ടാ? ആ, വേണം. എടി, ഇല്ലാത്ത കാശ് മുടക്കിയ ഞാൻ ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയതും ഇവിടെ ഈ വീടെടുത്തതും. ഇവനെയും കൊണ്ട് ഇറങ്ങിയാൽ മാത്രം പോരെ നീ. ഇവന്റെ കൂടെ ജീവിക്കാനാണ് ഇനി നിന്റെ തീരുമാനമെങ്കിൽ ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ ചെലവാക്കിയ പണവും നീ എനിക്ക് തിരിച്ചു തരണം. ശരി, ആ 1.5 ലക്ഷം രൂപ ഞാൻ ഏട്ടന് തരാം. പക്ഷേ എനിക്ക് കുറച്ച് ടൈം വേണം. ഞങ്ങളുടെ മോളെ എടുത്ത് ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. എടി, വാശം ഇവള് അതെ, ഇവനെയും കൂട്ടി സ്വന്തം വീടിന്റെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് കേറി വരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അവിടെ ഇവനെ കയറ്റുമെന്ന് നീ വിചാരിക്കണ്ട. ഇല്ല, അവിടെ വന്ന് താമസിച്ചാലേ എനിക്കിവിടെ ജോലിക്ക് വരാൻ ബുദ്ധിമുട്ടാ. അതിനുവേണ്ടി നമ്മൾ ആദ്യം വാടകയ്ക്കെടുത്ത വീട് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അതിന്റെ വാടക മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ താമസിച്ചോളാം. എടി, ശ്യാം വാ. വാ. മഞ്ചാടി, നിന്റെ റൂംമേറ്റ് വന്നിട്ടുണ്ട്. നന്നായി, എനിക്കൊരു കൂട്ടായല്ലോ. വലിയ കൂട്ടിനൊന്നും പോവാതിരിക്കുന്നതാ നല്ലത്. അതെന്താ മാഡം? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. നിന്റെ സീനിയർ ആ കുട്ടി, നോക്കിയും കണ്ടും പെരുമാറണം.